CJ റോയിയുടെ മരണം ഇപ്പോൾ പൊതുദർശനത്തിനൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരം എന്നൊക്കെ കേൾക്കുന്നുണ്ട്. CJ റോയിയുടെ മരണത്തിൽ ഇന്നലെ വരെ ഇല്ലാത്തൊരു ദുരൂഹതയും അസ്വാഭാവികതയും മരണം നടന്നതിന് ശേഷം വരുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയൊക്കെ അതൊരു ED റെയ്ഡിനിടയിൽ മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ അദ്ദേഹം വെടിയുതിർത്തു എന്നൊക്കെയാണ് കേട്ടത്. ഇന്ന് അതിന്റെ രൂപവും ഭാവവും ഒക്കെ മാറുകയാണ്. അതായത് CJ റോയിയുടെ പണമിടപാടുകളിൽ ചില ദുരൂഹതകളുണ്ട്. അത് അത്ര ക്ലീൻ ഇമേജ് അല്ല. അതായത് CJ റോയിക്കൊരു മറ്റൊരു മുഖമുണ്ട് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ED റെയ്ഡിന്റെമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇവിടെ ഗോകുലം ഗോപാലിനെതിരെ ഡെയിലി ED റെയ്ഡായിരുന്നു. അദ്ദേഹം ആ സമയത്ത് വളരെ കൂളായി അതിനെ നേരിടുകയും പിന്നീട് സിനിമയിലൊക്കെ അഭിനയിക്കുകയും അതിനുശേഷം സിനിമ നിർമ്മിക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹം അതിൻ്റെതായ രീതിയിൽ നടക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ CJ റോയിയെ സംബന്ധിച്ചിടത്തോളം ഡിസംബറിൽ തുടങ്ങിയ ED റെയ്ഡ് ജനുവരിയിലേക്ക് എത്തുമ്പോൾ അത് താങ്ങാൻ കഴിയാതെ, അല്ലെങ്കിൽ താൻ ഒളിച്ചു വെച്ച ചില കാര്യങ്ങൾ EDയുടെ അടുത്തെത്തി, അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ അടുത്തെത്തി എന്നുള്ള ഭയം അതായിരിക്കുമോ ഇങ്ങനെ വെടിയുതിർക്കാൻ, അല്ലെങ്കിൽ ഇനി ആരെങ്കിലും അതിലുണ്ടെങ്കിൽ അങ്ങനെ തീർക്കാൻ അല്ലെങ്കിൽ സ്വയം തീരാനൊക്കെ CJ റോയിയെ പ്രേരിപ്പിച്ചത്? ശരിക്കും പറഞ്ഞാൽ CJ റോയി ഈ ഒരു അന്വേഷണം നടത്തിയെന്ന് പറഞ്ഞിട്ട് വലിയതായിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇയാളൊരു വലിയ വ്യവസായ പ്രമുഖനാണ്. സ്വന്തം പ്രയത്നത്താൽ ഉയർന്നു വന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒരു മുടിചൂടാ മന്നൻ എന്ന് പറയാവുന്ന രീതിയിൽ ഉയർന്നു വന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓരോരോ ഘട്ടം കഴിഞ്ഞ് വരുന്ന ആളായതുകൊണ്ട് എങ്ങനെ സാമ്പത്തിക സ്രോതസ് വരണം, എങ്ങനെ അത് ചെലവഴിക്കണം, എങ്ങനെയൊക്കെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധം പുലർത്തണം, രാഷ്ട്രീയക്കാരുമായിട്ട് എങ്ങനെ ഇടപഴകണം, ഇതൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ്. അങ്ങനെ അറിയാവുന്ന ഒരാൾ പെട്ടെന്ന് ഇതിനകത്തൊരു മാനസിക സംഘർഷം വരുമോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. കഴിഞ്ഞ ഡിസംബർ മാസം അവസാനത്തോടു കൂടിയാണ് കേരളത്തിൽ നിന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഘം ഈ പറയുന്ന ആദായ നികുതി വകുപ്പിന്റെ നേതൃത്വത്തിൽ അവിടെ പരിശോധനയ്ക്ക് എത്തുന്നു. സ്വാഭാവികമായിട്ടും ആദായ നികുതി വകുപ്പ് പരിശോധനയ്ക്ക് എത്തണമെങ്കിൽ അവരുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വിങ് ഉണ്ട്. അവർ പോയി ഇതിന്റെ തെളിവുകൾ ശേഖരിക്കണം. കാരണം ഒരുപാട് പരാതികൾ കിട്ടാം, സംശയങ്ങൾ ഉണ്ടാകാം, ബാങ്ക് ട്രാൻസാക്ഷനിൽ ഉണ്ടാകുന്ന ഡൗട്ടുകൾ ഉണ്ടാകാം. ഇതൊക്കെ വെച്ചിട്ടാണ് ഈ അന്വേഷണം നടത്തുന്നത്. സ്വാഭാവികമായിട്ടും അത് അവിടെ പോയി അന്വേഷിക്കുന്നു, അവിടുത്തെ ഫയലുകൾ പരിശോധിക്കുന്നു. അപ്പോൾ ഇവർക്ക് ചില സംശയങ്ങൾ തോന്നാം. ഈ സംശയം എന്താണെന്ന് അറിയാമോ? വരവിൽ കൂടുതൽ പണം ഉപയോഗിച്ചുകൊണ്ട് ധാരാളം ആസ്തികൾ ഇയാൾ വാങ്ങിക്കൂട്ടുന്നു, കൂടാതെ വൻതോതിൽ പണം ചെലവഴിക്കുന്നു. അപ്പം വരുമാനത്തിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ഒരാൾക്ക് പണം ചെലവഴിക്കാൻ കഴിയുക? ഈ പറയുന്ന റോയ് തന്നെ ധാരാളം സിനിമകൾ നിർമ്മിച്ചു. മലയാളത്തിൽ തന്നെ 7ഓളം സിനിമകളാണ്. അതിൽ മോഹൻലാൽ അഭിനയിച്ച, അല്ലെങ്കിൽ മോഹൻലാൽ മുഖ്യ വേഷത്തെത്തിയ 3ഓളം സിനിമകളുണ്ട്. എന്ന് പറഞ്ഞാൽ മോഹൻലാലിന്റെ ഒരു സിനിമ നിർമ്മിക്കണമെങ്കിൽ എത്രത്തോളം എക്സ്പെൻസീവ് ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. ആ 3 സിനിമകളും അമ്പേ പരാജയമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുൾപ്പെടെ തെലുങ്കിലും മലയാളത്തിലുമായി നിർമ്മിച്ച 10ഓളം സിനിമകൾ പരാജയപ്പെട്ടു. 1ഓ 2ഓ സിനിമകൾ പരാജയപ്പെട്ടാൽ തന്നെ ഒരു നിർമ്മാതാവിന്റെ ആസ്തി ഏതാണ്ട് പൂർണ്ണമായിട്ടും തകരും. അയാൾ ഒരു കടക്കടിയിൽപ്പെടും. ഇവിടെ 10ഓളം സിനിമകൾ നിർമ്മിച്ചിട്ടും ഇയാൾ വലിയ കുഴപ്പമില്ലാതെയൊക്കെ നിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരു കാര്യം. 2, മലയാളത്തിലെ ഉൾപ്പെടെ ഒട്ടുമിക്ക ചാനലുകളുടെയും റിയാലിറ്റി ഷോകളിൽ വമ്പൻ സമ്മാനങ്ങളൊക്കെ പ്രഖ്യാപിക്കും. ചില പരിപാടികളിൽ 1ാം സമ്മാനം കിട്ടുന്നവർക്ക് ഫ്ലാറ്റാണ് കൊടുക്കുന്നത്. ഈ ഫ്ലാറ്റ് കൊടുക്കുന്നത് ഈ CJ റോയി എന്ന് പറയുന്ന ആളാണ്, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഗ്രൂപ്പാണ്. അങ്ങനെ ഒരുപാട് ചാനലുകളിൽ ഒരുപാട് തരത്തിലുള്ള സമ്മാനം ഓഫർ ചെയ്യുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തും. കാരണം ഇതിന്റെ സാമ്പത്തിക സ്രോതസ് വെളിവാക്കണം. സാധാരണഗതിയിൽ വലിയ പ്രമുഖരായ ബിസിനസ് സ്ഥാപനങ്ങൾ, ബിസിനസ് ഗ്രൂപ്പുകളൊക്കെ ചെയ്യുന്നത് അവർ പലതരത്തിൽ പണം ചെലവഴിക്കും. ചിലപ്പോൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ട്, ചിലപ്പോൾ നമ്മൾ ദിനപത്രങ്ങളുടെയൊക്കെ ഫുൾ പേജ് പരസ്യം വരും, ചിലപ്പോൾ ചാനലുകളിൽ ഉത്സവ സമയങ്ങളിൽ, ഓണം ക്രിസ്മസ് സമയത്തൊക്കെ ഒരു പ്രധാന പരിപാടിയുടെ ഇടയ്ക്ക് വലിയ പരസ്യങ്ങൾ വരും. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇത്രത്തോളം പണം ഞങ്ങൾ ചെലവഴിച്ചു എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ ഇതൊക്കെ തന്നെ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് നേരത്തെ ചെയ്തിട്ടുണ്ടാകും. എന്നിട്ടും അവർ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കുള്ള പണം ചെലവഴിച്ചു എന്നുള്ള ഒരു തോന്നൽ ഈ ആദായ നികുതി വകുപ്പിന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഡിസംബറിൽ ഒരു പരിശോധന, വീണ്ടും ജനുവരിയിൽ വീണ്ടും അടുത്ത പരിശോധന, അതിന് ഒടുവിൽ 3ാമത്തെ പരിശോധന വീണ്ടും 2-3 ദിവസങ്ങൾക്ക് മുമ്പ്. ഈ സമയത്താണ് ഈ പറയുന്ന റോയിയെ ഒരു മുറിക്കുള്ളിൽ മാറ്റിയിരുത്തിക്കൊണ്ടാണ് ഈ പരിശോധന അന്വേഷണമൊക്കെ നടക്കുന്നത്. ഇതിനിടയിൽ റോയി തൊട്ടടുത്ത ഓഫീസ് മുറിയിലേക്ക് പോകുന്നുണ്ട്. ഈ റോയി പരിശോധന നടത്തുന്നതിനിടയിൽ അമ്മയെ ഫോൺ ചെയ്യണമെന്നോ മറ്റോ പറഞ്ഞിട്ട് സ്വന്തം ഓഫീസ് റൂമിലേക്ക് പോവുകയാണ്. ഓഫീസ് റൂമിൽ ചെല്ലുമ്പോൾ സൈലൻസർ ഘടിപ്പിച്ച ഒരു തോക്ക് ഉപയോഗിച്ച് വെടിവെച്ച് മരിക്കുകയാണ്. ഈ സമയത്ത് വെടിവെച്ചെന്നോ അവിടെ ഒരു അപകടം നടന്നെന്നോ ആർക്കും അറിയില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്, പോലീസുണ്ട്, അതുപോലെ തന്നെ IT ഉദ്യോഗസ്ഥരുണ്ട്. ഇവരൊക്കെ ആരും അറിഞ്ഞില്ല. 15 മിനിറ്റോളം കഴിഞ്ഞിട്ടും ഓഫീസ് റൂമിലേക്ക് പോയ റോയിയെ കാണാതായി. അങ്ങനെയാണ് ഇവർ ഓഫീസ് റൂമിന്റെ ഒക്കെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറുന്നത്. അവിടെ ചെല്ലുമ്പോൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന റോയിയാണ് കണ്ടത്. മാത്രമല്ല റോയി വെടിവെച്ചത് സ്വന്തം തലയ്ക്ക് നേരെയല്ല, നെഞ്ചിന് നേരെയാണ് വെടിവെച്ചത്. അതൊരു അസാധാരണ സംഭവം. സാധാരണ ഇതിൽ മരിക്കാൻ പുറപ്പെടുന്ന ഒരാൾ പെട്ടെന്ന് മരിക്കാനായിട്ട് തലച്ചോറ് തകർക്കുന്ന രീതിയിൽ വെടിവെക്കുക, അതാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, സ്വന്തം നെഞ്ചിലേക്ക് വെടി ഉതിർക്കുന്നു. അങ്ങനെ വെടി ഉതിർക്കണമെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആൾക്കാർ വേണം, തോക്കൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇത്തരത്തിലൊരു വെടിവെയ്പ്പ് എന്തിനാണ് അങ്ങനെ നടത്തിയത്? ഒരുപാട് സംശയങ്ങളും ദുരൂഹതകളൊക്കെ ഉളവാകുന്നുണ്ട്. ഇവിടെ ഇതൊന്നും അല്ല പ്രശ്നം. ഈ വരവിൽ
വരവിൽ കവിഞ്ഞ സ്വത്ത്, വരവിൽ കവിഞ്ഞ പണമുണ്ട് എന്ന് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ചോദ്യം ചെയ്യൽ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദം ഉളവാക്കുന്നുണ്ടോ എന്ന് ഈ റോയിയോട് ചോദിച്ചു. ഒരു സമ്മർദ്ദവുമില്ല, എനിക്ക് എൻ്റെ കണക്കുകൾ കൃത്യമാണെന്ന് ഉറപ്പുണ്ട്, ഒരു പ്രശ്നവും ഇല്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തു. അതുകൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ സേഫായിട്ട് കോൺഫിഡൻസോടുകൂടി നിൽക്കുന്നത്. ഇതുണ്ടായിട്ടും 2-3 ദിവസം കഴിയുമ്പോഴേക്കും ഈ ആത്മവിശ്വാസം റോയിക്ക് നഷ്ടപ്പെടുന്നു. എന്തായിരിക്കും കാരണം? എവിടെ നിന്നോ കുറെ അധികം പണം ഒരുപക്ഷെ റോയിലൂടെ വെള്ളപ്പണം, അതായത് ഈ പറയുന്ന വൈറ്റ് മണിയാക്കി, കള്ളപ്പണം വൈറ്റ് മണിയാക്കി മാറ്റപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഡി കമ്പനിയുടെ പേര് വരെ പുറത്തേക്ക് വരുന്നു. ഡി കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ ദാവൂദ് ഇബ്രാഹിം ഉൾപ്പെടുന്ന കമ്പനി. അത് ആളുകളെ ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി, ചൂഷണം ചെയ്ത് മേടിക്കുന്ന പണമാണ്. പലയിടങ്ങളിലായിട്ട് ഒളിപ്പിച്ചു വെക്കുന്നത്. ഇതൊന്നും ബാങ്ക് അക്കൗണ്ട് അല്ല. ആ ബാങ്കിൽ ഇടാത്ത പണങ്ങൾ പലയിടങ്ങളിലായിട്ട് ചെലവഴിച്ചതിന് ശേഷം പിന്നീട് ഇത് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിൽ ആക്കി തീർക്കുക. ഇതൊക്കെയാണ് ഇവരുടെ തന്ത്രം. ഒരുപക്ഷെ റോയിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ അതല്ലാതെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി ഏതെങ്കിലും വ്യക്തികളോ സംഘടനകളോ ഇയാളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, ഇത്തരത്തിലുള്ള അന്വേഷണമൊക്കെ സംശയിക്കുന്നു. എന്തായാലും അത് സംബന്ധിച്ചുള്ള ദുരൂഹതകൾ, സംശയങ്ങൾ, പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ വരും മണിക്കൂറുകൾ മാത്രമല്ലേ വ്യക്തമാകാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ഇപ്പൊ സിനിജി പറഞ്ഞതുപോലെ എല്ലാ കൃത്യമായി എനിക്കൊരു മാനസിക സമ്മർദ്ദവും ഇല്ല, ഞാൻ കണക്കുകളെല്ലാം കൃത്യമായി പിന്നെ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ഇദ്ദേഹം ഈ ഒരു പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് ED ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലിയാണ് ചെയ്തത്. അവരിപ്പോ ഒരാളെ ഈ ഒരു കേസിൽ ഇദ്ദേഹം ക്ലിയർ ആണ് എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആദായ നികുതി അടച്ചില്ല എങ്കിൽ ഇദ്ദേഹത്തെ കൂടിപ്പോയാൽ എന്താ പറയുക, ഇദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്യും. അതിൽ ഇത് അടച്ചു തീരുമ്പോൾ, ഈ പിഴ അടച്ചു തീരുമ്പോൾ തീരാവുന്ന കാര്യങ്ങളെ ഇതുള്ളൂ. ഈ എല്ലാ വലിയ പണക്കാർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് റോയിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഏറ്റവും ഒടുവിൽ റോയി എടുത്ത ഒരു വീഡിയോ ഒരു മാധ്യമ പ്രവർത്തകൻ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ മാധ്യമ പ്രവർത്തകൻ പറയുന്നത്, ഒരു വീഡിയോ ഞാൻ എടുത്തു, ആ വീഡിയോ റോയിയുടെ തുടക്കം മുതലുള്ള ജീവിതത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 1.5 മണിക്കൂർ നീണ്ടു നിന്നു. ആ എടുത്തതിന് ശേഷം അപ്ലോഡ് ചെയ്തപ്പോൾ റോയി വിളിച്ചു പറയുകയാണ്, എനിക്ക് EDയുടെ ഭാഗത്തുനിന്ന് കുറച്ച് സമ്മർദ്ദങ്ങളുണ്ട്, അപ്പോ ഇപ്പൊ ഈ വീഡിയോ അപ്ലോഡ് ചെയ്താൽ അത് ഒരുപക്ഷെ വേറെ തലത്തിലേക്കൊക്കെ കുറെ സമയം കണ്ട് സന്തോഷം പ്രകടിപ്പിച്ചതിന് ശേഷമാണ് ഈ പറയുന്നത്. അപ്പോ EDക്ക് എന്തോ പിടിച്ചു പുറകെ പോകാനുള്ള കാര്യങ്ങൾ അതിലുണ്ട് എന്ന് ഇത് കണ്ടതിന് ശേഷം ഒരുപക്ഷെ ഒന്നുകിൽ റോയിക്ക് മനസ്സിലായി കാണില്ല, അല്ലെങ്കിൽ മറ്റാരെങ്കിലും റോയിയെ വിളിച്ചത് പറഞ്ഞിട്ടുണ്ടാകാം, ഇതിലെ പുറകിലേക്ക് പോകരുത്, അല്ലെങ്കിൽ ഈ വീഡിയോ ഇപ്പം ഇടരുത്, ഇട്ട് കഴിഞ്ഞാൽ അത് പണി നമുക്ക് തന്നെ വരും എന്നുള്ളത് പറഞ്ഞതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത് പിൻവലിച്ചിട്ട് പിന്നീട് ഇടാനുള്ള രീതിയിലേക്ക് പോയത്. എന്തായാലും ആദായ നികുതി വകുപ്പിന് റോയിയുടെ പണമിടപാടുകളെ കുറിച്ച് കൃത്യമായ സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായ തെളിവുകൾ കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ഈ ചോദ്യം ചെയ്യലുമായി വന്നത്. ഒരാൾ മരണപ്പെട്ടതിന് ശേഷം നിങ്ങൾ എന്തിനാ അയാളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും രംഗത്തെത്താം. ഇപ്പോ ഒരു ക്ലീൻ ഇമേജ് ഉള്ള ഒരാൾ, ഇപ്പോ എല്ലാ ഭാഗങ്ങളും കൃത്യമായിരിക്കുന്ന ഒരാൾ ഞാൻ നാളെ ജയിലിലായി പോകുമോ എന്നുള്ള ഭയം അയാൾക്കില്ല. എല്ലാ പേപ്പറുകളും സബ്മിറ്റ് ചെയ്തു, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളൂ, ഞാൻ ധൈര്യമായി കയ്യും കെട്ടിയ ആൾ അവിടെ ഇരിക്കും. ബിസിനസ്സുകാരാണെങ്കിൽ ഒരുപക്ഷെ വാർത്തകളിൽ വരും, അല്ലെങ്കിൽ ആദായ നികുതി വെട്ടിപ്പ് നടത്തി, ഈ ഒരൊറ്റ ഹെഡിങ്ങിൽ അതങ്ങ് തീരും, മറ്റൊന്നുമില്ല, പിഴ അടയ്ക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ തീരുന്നു. ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നതെന്ന് ഈ കേൾക്കുന്നവർക്കും പറയുന്നവർക്കും എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇതിന്റെ പിന്നിൽ ഈ പല ബിസിനസ്സുകാരുടെയും മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ ഇതുവരെ പുറത്തു വരാത്തത് ചില താല്പര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം. ഈ നമ്മുടെ കർഷക സമരമൊക്കെ നടന്നപ്പോൾ ചില മാധ്യമ പ്രവർത്തകർക്കൊക്കെ രാജ്യദ്രോഹ പണങ്ങൾ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ചിലവരെയൊക്കെ അകത്ത് പിടിച്ചിടുകയും ചെയ്തു. ഉത്തർപ്രദേശ്, UP സർക്കാരോ UP കോടതികളുമാണെന്നാണ് എൻ്റെ ഓർമ്മ. അതുപോലെ CJ റോയിയുടെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ എത്തി നിൽക്കുന്നത് ഡി കമ്പനിയുടെ വാതിലിന് മുന്നിലാണോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഒന്നിനു പുറകെ ഒന്നിനെ കൂടിക്കൂടി വരികയാണ്. വരും മണിക്കൂറുകൾക്കുള്ളിൽ ഈ ദുരൂഹതകളൊക്കെ അഴിയട്ടെ, ആളുകൾക്കുള്ള സംശയങ്ങൾ മാറട്ടെ. അതുമല്ല, ഈ പറയുന്ന ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് ഇതിനകത്ത് പങ്കെങ്കിൽ അക്കാര്യവും തീർച്ചയായിട്ടും വെളിച്ചത്ത് വരിക തന്നെ വേണം. അങ്ങനെ ഒരാളെ കൊല്ലാനുള്ള അധികാരമൊന്നും, മാനസിക സമ്മർദ്ദം ചെലുത്തി കൊല്ലാനുള്ള അധികാരമൊന്നും ED ഉദ്യോഗസ്ഥർക്കില്ല. ഇനി അങ്ങനെ അല്ല എങ്കിൽ അതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം. മറ്റ് മരണങ്ങൾ പോലെ ഇത് മൂടപ്പെടാതിരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.